നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ നിന്നോളാം. ബ്ലഡ് കൊടുത്തതല്ലേ, നല്ല ക്ഷീണം കാണും. ഇരിക്കും മോളെ, ഇരിക്ക്. ഹലോ, എത്തിയോ? നിങ്ങൾ ബ്ലഡ് ബാങ്കിന്റെ മുന്നിലേക്ക് വാ, ഞാനിവിടെ ഉണ്ടാവും. ഗോപിയേട്ട, ഞാൻ ജോത്സരെ വിളിച്ചിരുന്നു. ഗൗതമിന്റെ ജീവന് ഒരാപത്തും വരില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഇനിയൊന്നും പേടിക്കണ്ട. വഴിപാടുകൾ എന്തെങ്കിലും കഴിക്കണോ? അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ ക്ഷേത്രത്തെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. മോളെ, നീ ഒന്ന് ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നിനക്കുചിതമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു വഴിപാട് നീയായിട്ട് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിരിക്കുക. ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? ഗൗതം സാറിന് വേണ്ടി എന്റെ ജീവൻ കൊടുക്കണമെങ്കിൽ പോലും അതിന് ഞാൻ തയ്യാറാണ്. ജീവൻ കൊടുക്കാനല്ല, ജീവൻ നിലനിർത്താനാ മോളെ നമ്മൾ ശ്രമിക്കേണ്ടത്. നീ ക്ഷേത്രത്തിൽ പോയി അവന് വേണ്ടി പ്രാർത്ഥിച്ച് നിന്റെ മനസ്സിൽ തോന്നുന്ന ഒരു വഴിപാട് ചെയ്യണം. ഞാൻ ഇപ്പൊ തന്നെ പോവാമ്മ. ചേച്ചി ഇപ്പൊ ബ്ലഡ് കൊടുത്തിട്ട് വന്നല്ലേ, ചേച്ചിക്ക് ക്ഷീണാവില്ലേ? അതൊന്നും സാരമില്ല മോളെ, ഞാൻ പോയിട്ട് വരാം. പാർവതി, നിധിക്കൊപ്പം നീ കൂടെ ചെല്ല്. അവന്റെ സർജറി നടക്കുമ്പോ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഗോപിയേട്ട. അവന് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം. അമ്മ വരണ്ട, ഞാൻ പോയിട്ട് വരാം. എങ്കിൽ ചേച്ചിയോട് ഞാനും വരാം. അതാ നല്ലത്. നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ. ശരി, വായാമനി, പോയിട്ട് വരാം. എന്റെ ദേവി, എന്റെ മോനെ കാത്തോണേ. ദേവി, ഗൗതം സാറിന്റെ ആയുസിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒടുവിൽ വിവാഹത്തിന് ഞാൻ തയ്യാറായതുപോലും ആ നല്ല മനുഷ്യൻ ഒരുപാട് കാലം ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ടാ. ഒരുപാട് കുടുംബങ്ങൾക്ക് അന്നം കൊടുക്കുന്ന ആളാണ്. കൈവിടരുത്. അമ്മയുടെ മുൻപിൽ ഞാൻ എത്തിയിരിക്കുന്നത് പ്രാർത്ഥിക്കാനല്ല, യാചിക്കാനാ. എന്റെ ജീവൻ എടുത്തിട്ടായാലും സാറിന്റെ ജീവൻ രക്ഷിക്കണം. ദേവി, എന്നോട് അബദ്ധം വരുത്തല്ലേ. സർജറി സക്സസ് ആവണേ. എന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ. ചേച്ചി കരയല്ലേ, ഏട്ടനെ ദേവി കാത്തോളൂ. പാർവതി അമ്മ വിളിച്ചു പറഞ്ഞ വഴിപാടുകളും പൂജകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഗൗതം സാറിന് ഒരു കുഴപ്പവും സംഭവിക്കാതെ ദേവി കാത്തോളും. സാറിന് വേണ്ടി ഞാൻ എന്ത് വഴിപാടാ തിരുമേനി കഴിക്കേണ്ടത്? എനിക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ ചെയ്യാനാ ജോത്സർ പറഞ്ഞത്. പക്ഷെ ഒന്നും തോന്നുന്നില്ല, കരച്ചിൽ മാത്രമേ വരുന്നുള്ളൂ. ചേച്ചി ശരിക്കും ഒന്ന് ആലോചിച്ചേ, ദേവി ഒരു വഴി കെട്ടിത്തരും. ഒന്നും തോന്നുന്നില്ല മോളെ. വഴിപാടുകൾ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നതായി ഓർക്കുന്നുണ്ടോ? ഒരു പക്ഷെ അതുകൊണ്ടാവും മനസ്സിലൊന്നും തോന്നാത്തത്. കല്യാണത്തിന് മുൻപ് കാട്ടിലമ്പലത്തിൽ ഞാൻ മണികെട്ടി പ്രാർത്ഥിച്ചിരുന്നു.
ഗൗതം സാറിന് ദീർഘായുസ് കിട്ടാൻ വേണ്ടിയാ അന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. സാറിന്റെ ആയുസിന് വേണ്ടി അടുത്ത പ്രാവശ്യം പോകുമ്പോ ദേവി സഹസ്രനാമം ചൊല്ലി അടിപ്രദക്ഷിണം നടത്തിക്കൊള്ളാന്ന് നേർന്നിരുന്നു. വിവാഹത്തിന് ശേഷം അങ്ങോട്ട് പോവാൻ കഴിഞ്ഞില്ല. പരദേവതാ ക്ഷേത്രമായതുകൊണ്ട് പോകണമെന്ന് അമ്മ എന്നും പറയും. തിരക്കിനിടയിൽ സമയം കിട്ടിയില്ല. എങ്കിൽ ആ വഴിപാട് തന്നെ നടത്തിക്കൊള്ളൂ. സഹസ്രനാമം ചൊല്ലി അടിപ്രദക്ഷിണം നടത്താം. പക്ഷെ ചേച്ചി കാട്ടിലമ്പലത്തിൽ വഴിപാട് നടത്താന്നല്ലേ നേർന്നത്. അപ്പോ അവിടെ പോയി ചെയ്യണ്ടേ? എല്ലായിടത്തും ഉള്ളത് ഒരേ ദേവി തന്നെ അല്ലേ? ആ പരാശക്തിയെ മനസ്സിൽ വിചാരിച്ച് സ്വന്തം വീട്ടുമുറ്റത്ത് വഴിപാട് നടത്തിയാൽ പോലും അമ്മ അത് സ്വീകരിക്കും. അതെ, ഒരേ ശക്തിയെ തന്നെയാ നമ്മൾ 33 കോടി രൂപങ്ങളിൽ ആരാധിക്കുന്നത്. ആ അമ്മ നമ്മുടെ സങ്കടങ്ങൾ മാറ്റും. ഗൗതം സാറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അമ്മേ ദേവി, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, സർവസ്യാർത്ഥേ ഹരേ ദേവി നാരായണീ നമോസ്തുതേ. സിസ്റ്റർ, സർജറി എങ്ങനെ നടക്കുന്നു? അതൊക്കെ ഡോക്ടർ പറയും. എന്നാലും ഞങ്ങളുടെ ടെൻഷൻ കൊണ്ട് ചോദിക്കുന്നതാ സിസ്റ്ററെ. നിങ്ങൾ പ്രാർത്ഥിക്കും. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ലക്ഷ്മി നാരായണ ഭദ്രേ ഇങ്ങനെ കരയാതെ പാർവതി. നമ്മുടെ വഴിപാടുകളും പ്രാർത്ഥനകളൊന്നും വെറുതെ ആവില്ല. ഞാൻ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നിധിയോടുള്ള സംശയം കൊണ്ട് പാനിക്കായാണ് ഗൗതം കാർ ഓടിച്ചതെങ്കിൽ അതിന് കാരണക്കാരി ഞാൻ കൂടെയല്ലേ? ശ്രീമത് സിംഹാസനേശ്വരി നിധിയുടെ കലർപ്പില്ലാത്ത സ്നേഹവും ഭക്തിയും നമ്മുടെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും പാർവതി. അവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. ഞാൻ അവസാനിപ്പിക്കേണ്ടി വരില്ല. ഹൃദയം പൊട്ടി മരിക്കും. അല്ല, നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നേ? ഏട്ടനെ നമുക്ക് തിരിച്ചു കിട്ടും. എത്ര എത്ര പ്രതിസന്ധികളെ പുല്ലുപോലെ അതിജീവിച്ച ആളാ ഏട്ടൻ. ഇതും അത്രേ ഉള്ളൂ.
തരാനേക്ക് ഈശ്വര. അമ്മേ, ഗൗതം സാറിനെ തിരിച്ചു തരണം.